ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10th മെയിൻസിൻ്റെ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പ്രിലിംസ് എക്സാമൊക്കെ കഴിഞ്ഞ് പുസ്തകം അടച്ചു വെച്ചവർ ഉണ്ടാകും. അവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ ഇനി പഠിച്ചാൽ എനിക്ക് കിട്ടുമോ, ഇനി പഠിച്ചാൽ ശരിയാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. തീർച്ചയായും പഠിച്ചാൽ കിട്ടും. എനിക്ക് നേടണം, എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സീറ്റ് എനിക്കുള്ളതാണ് എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകുക. നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ഈ ചിന്തയോടുകൂടി പഠിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ജോലി കിട്ടും. അതുപോലെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പഠിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനനുസരിച്ച് പ്രവർത്തിക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ ഒരുപാട് വാരി വലിച്ച് പഠിക്കാതെ, അവിടെ ഇവിടെയും ചാടി പഠിക്കാതെ സിലബസ് അനുസരിച്ച് പഠിക്കുക. അതുപോലെ കട്ട് ഓഫൊക്കെ എത്രയായിരിക്കും പ്രിലിംസിൻ്റെ എന്നൊക്കെ ടെൻഷൻ അടിക്കുന്നവരുണ്ടാകും. കട്ട് ഓഫൊക്കെ PSC ആണ് നിശ്ചയിക്കുന്നത്. അത് ആർക്കും ഊഹിച്ച് ഇത്രയാവും എന്ന് പറയാനൊന്നും ഒക്കത്തില്ല. ചിലപ്പോൾ കൂടി നിൽക്കാം, കുറഞ്ഞ് നിൽക്കാം. അതൊക്കെ PSC ആണ് തീരുമാനിക്കുന്നത്. അതുപോലെ മാർക്ക് തീരെ കുറഞ്ഞു പോയവർ, എനിക്ക് തീരെ മാർക്ക് കുറവാണ്, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിഷമിക്കുന്നവരൊന്നും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. പുറകിൽ ഇങ്ങനെ എക്സാംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു എക്സാം നമുക്ക് ജയിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് പഠിക്കുക. മെയിൻസിന് വേണ്ടി പഠിക്കുമ്പം പ്രിലിംസും നമുക്ക് പാസ്സാവാൻ പറ്റും. മെയിൻസിൻ്റെ ടോപ്പിക്കിൽ വരുന്ന ഒരു ഭാഗമാണ് കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും. അതിനകത്ത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, അങ്ങനെ കുറേ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പോർച്ചുഗീസുകാരെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തിയത് 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് എത്തുന്നത്. ഈ യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. ഈ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണമെന്ന് പറയുന്നത് 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലമാണ് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നത്. ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനായെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനായെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20. വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം? ഉത്തരം ലിസ്ബൺ. ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഇത് 1497. അപ്പോൾ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം? ഉത്തരം കാപ്പാട്, കോഴിക്കോട്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കാപ്പാട്, കോഴിക്കോട്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര്? സെൻറ്റ് ഗബ്രിയൽ. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയൽ. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം? 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷമാണ് 1524. വാസ്കോഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിൽ എത്തിയത് 1502. 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിൽ എത്തിയത്. വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ എത്തിയത് 1524. വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിലെത്തിയത് 1524. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി? വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലാണ്.
വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി. ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബണിലാണ്. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഗോവ. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ്. വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഈ മാനുവൽ രാജാവാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്, 1488. ഇനി അടുത്ത ഒരു പോർച്ചുഗീസ് നാവികനെക്കുറിച്ചാണ് പഠിക്കുന്നത്. പെട്രോ അൽവാരസ് കബ്രാൾ. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരസ് കബ്രാൾ. എന്താണ്? വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരസ് കബ്രാൾ. ഇദ്ദേഹമാണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ. അപ്പോൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരസ് കബ്രാൾ. അടുത്തത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇദ്ദേഹമാണ് നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി. മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അതുപോലെ കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയൊക്കെയാണ് ഈ അൽബുക്കർക്ക്. അതുപോലെ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയും അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. ബീജാപ്പൂർ സുൽത്താന്മാരിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. ഇത് 1510 അപ്പോൾ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താന്മാരിൽ നിന്ന് 1510. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരയ്ക്കാർ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാർ കുഞ്ഞാലി മരയ്ക്കാർ. അടുത്തത് പോർച്ചുഗീസ് സംഭാവനകളാണ് പഠിക്കാൻ പോകുന്നത്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. ഉത്തരം അൽമേഡ. അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അടുത്തത് ചാലിയംകോട്ട. ചാലിയംകോട്ട നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ്. ഈ ചാലിയംകോട്ട കോഴിക്കോടാണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയംകോട്ട. ഇത് കോഴിക്കോടാണ്. അടുത്തത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നതാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നതാണ് ചാലിയം കോട്ട. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. ചാലിയംകോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. ഇത് കോഴിക്കോടാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നതാണ് ചാലിയം കോട്ട.
അടുത്തത്, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെട്ടിരുന്ന പേരാണ് കാർട്ടസ് വ്യവസ്ഥ. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് ആണ് കാർട്ടസ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട. ഉത്തരം മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ് ഇത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസാണ് കാർട്ടസ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. ഇത് കൊച്ചിയിലാണ്. 1503. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്ക്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി. ഉത്തരം സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. കൊച്ചി രാജാവ് ആയിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം മട്ടാഞ്ചേരി പാലസ്. കൊച്ചി രാജാവ് ആയിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, അത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവയൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. എന്തൊക്കെയാണ്? കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, മരച്ചീനി, പുകയില, റബ്ബർ, മുളക് ഇതെല്ലാം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. എന്താണ്? കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചു. അതുപോലെ കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരിയാണ് വാരാപ്പുഴ. അതുപോലെ ഈ മട്ടാഞ്ചേരി പാലസ് ഡച്ചുകാർ പിന്നീടത് പുതുക്കിപ്പണിത്. ഇതാണ് ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇത് രചിച്ചിരിക്കുന്ന ഭാഷ അറബിയാണ്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരെക്കുറിച്ചാണ് പഠിച്ചത്. നല്ലതുപോലെ പഠിക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.